ഹലോ, തന്തപ്പിടിയുടെ ലാൽ ഹിയർ. ഗുഡ് ഈവനിങ് ഡാഡി. പിന്നെ എനിക്കൊരു 10,000 rupees ഉടനെ വേണം. ടെലിഫോണിക് ട്രാൻസ്ഫർ ആയിട്ട് അയച്ചാൽ മതി. ഓക്കെ ഡാഡി, താങ്ക് യു. ഗുഡ് നൈറ്റ്. തന്തപ്പടി നല്ല ഫിറ്റില. അപ്പൊ മോനിങ്ങനെ പച്ചയായിട്ടിരിക്കാൻ പാടില്ല. നിനക്ക് കുടിക്കണം അല്ലേ? കിട്ടിയാൽ. കേട്ടോല്ലേ, യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ ആയതോടെ ആ സുരേഷ് കോളേജിൽ വിലസുകയാ. പെങ്ങളെ ആ ശ്യാമിന് കെട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നെ അവന് വിലസിക്കൂടെ? പോരെങ്കിൽ ശ്യാമിന്റെ അച്ഛൻ മില്യണയറാ. സിംഗപ്പൂരിൽ 2 ഫാക്ടറികളാണ് സ്വന്തമായിട്ടുള്ളത്. എങ്കിലും ലാലിന്റെ അത്ര വരുമോ? ഏതായാലും ആ സ്വപ്ന തന്റെ കയ്യിൽ നിന്ന് പോയല്ലോട് ലാലേ. ഹലോ, നിർത്തണം. പോസ്റ്റിന് കുടിച്ചോണ്ടിരുന്നാ മതി. വലിയ വാചൊന്നും ഫിറ്റ് ചെയ്യണ്ട കേട്ടോ. സോറി. ക്ലാസ്സില്ലേ? കട്ട് ചെയ്തു. എന്തിന്? നിന്നെ കാണാൻ. അങ്ങനെ ഇപ്പൊ കാണുകയൊന്നും വേണ്ട, മര്യാദയ്ക്ക് ക്ലാസ്സിൽ ചെല്ല്. ജനറൽ ഇംഗ്ലീഷാണ്. അതെടുക്കാൻ വരുന്ന ലെക്ചറേക്കാൾ കൂടുതൽ വിവരം അക്കാര്യത്തിൽ എനിക്കുണ്ട്. വാ, ക്യാൻറ്റീനിൽ പോവാം. എന്താ ചിരിക്കുന്നത്? വെറുതെ അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല. പറയുന്നേ. രഹസ്യമാ, കാതിൽ പറയാം. സൂത്രം ഒന്നും വേണ്ട, ഇത് കോളേജ് കോമ്പൗണ്ടാ. അതിനെന്താ, ഞാൻ നിന്നെ പരസ്യമായി ചുംബിക്കാനൊന്നും പോകുന്നില്ല. സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ചേട്ടനാണെന്ന്. ആ പാർട്ടി സത്യത്തിൽ എനിക്ക് പേടിയാ. പേടിക്കണ്ട, ചേട്ടന് ക്ലാസ് ഉണ്ട്. ക്യാൻറ്റീനിൽ പോയിരിക്കാം. വരൂ. രണ്ടാളും ഒരുപോലെ ഇരിക്കുന്നു. സിനിമയിലെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്വഭാവത്തിലും രണ്ടാളും ഒരുപോലെയാണെന്നാ കേട്ടിട്ടുള്ളത്. മൂക്കത്തായിരുന്നു സ്വപ്നയുടെ അച്ഛന് ദേഷ്യം. അത് മക്കൾക്ക് രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട്. അമ്മ നുണ പറയുകയാ. എനിക്കങ്ങനെ മുൻകോപമൊന്നുമില്ല. ചേട്ടന്റെ കാര്യമാണെങ്കിൽ ശരിയാ. സ്വപ്നയുടെ ചെറിയച്ഛൻ ഇപ്പൊ എവിടെയാണ്? ഒരറിവുമില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. അതെന്താ? എന്നെ ഇവളുടെ അച്ഛൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും പിണങ്ങി പിരിഞ്ഞിരുന്നു. കാരണം? ഞാൻ പറയാം ഷാ. പറയട്ടെ അമ്മേ. പോടി അവിടുന്ന്. നിനക്കറിയാവുന്ന സ്നേഹിതന്മാരെ പോലെയായിരുന്നു രണ്ടുപേരും. വിവാഹവും ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു തീരുമാനം. ഇവളുടെ അച്ഛൻ തീരുമാനം തെറ്റിച്ചു. ഡാഡി കയറി അമ്മയെ ലവ് ചെയ്ത് കല്യാണം കഴിച്ചു, ചെറിയച്ഛനെ അറിയിക്കാതെ. അതെ, അത് തന്നെയാ ഉണ്ടായത്. ചേട്ടനും അനിയനും തമ്മിൽ തെറ്റി. അനിയൻ വീട് വിട്ടിറങ്ങിപ്പോയി. ഒരിക്കൽ ഇവളുടെ അച്ഛൻ പറയുന്നത് കേട്ടു, തമിഴ്നാട്ടിൽ എവിടെയോ ഒരു ഫാക്ടറി നടത്തുന്നുണ്ടെന്ന്. കഴിക്കുമോനെ? സ്വപ്നയുടെ അച്ഛൻ മരിച്ചിട്ടും വന്നില്ലേ? ഇല്ല. വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് മുരളിദാസ് പ്ലെയിൻ ക്രാഷ് മരിച്ച വിവരം എല്ലാ പേപ്പറിലും ഉണ്ടായിരുന്നു. അറിയാതിരിക്കില്ല. അമ്മയെ ഞാൻ എന്തൊക്കെയോ ഓർമ്മിപ്പിച്ചു. ആരും ഓർമ്മിപ്പിച്ചില്ലെങ്കിലും എന്റെ മനസ്സിൽ ആ ഓർമ്മകളേ ഉള്ളൂ. എന്താടേ മണിയടിച്ച് കൂടുന്നുണ്ടല്ലോ? വീട്ടിൽ പോകേണ്ട ഉദ്ദേശമൊന്നുമില്ലേ? സുരേഷ് വന്നിട്ട് പോകാമെന്ന് കരുതി. വന്നില്ലേ? ഇനി പോണം. എന്നാ തൽക്കാലം ഞാൻ പോകുന്നില്ല. എന്ത് ചെയ്യാം, ഭൂരിപക്ഷം ഇപ്പൊ നിനക്കാണ് ഇവിടെ. എന്നാ ഞാൻ വരട്ടെ. പോവുകയോ? പോയിട്ട് എനിക്ക് കാര്യമുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ. ബൈ. ഇത് അട്ടേക്കെടുക്കാൻ കൊടുത്തേക്കണം. ശരി സാർ. സുരേഷിന്റെ ഒറ്റ എല്ല് പോലും ബാക്കി വെച്ചേക്കരുത്. ഓക്കെ.
ബട്ടക്സ് അടിച്ചു. നീ ബസ്സിൽ വയ്ക്കോ. വേണ്ട ചേട്ടാ. പറഞ്ഞനുസരിച്ചാ മതി. നിന്റെ ചേട്ടനെ പേടിക്കണമെന്ന് ഞാൻ കൂടെ കൂടെ പറയാറില്ലേ? നിന്റെ ശരീരത്തിലൊന്നും തൊട്ടതേ ഉള്ളൂ, ആ പാർട്ടിയുടെ എല്ലൊടിച്ചു വിട്ടു. സൂക്ഷിച്ചോ. കാത്തു സൂക്ഷിച്ചു വെക്കാനല്ലേ ചേട്ടൻ അനിയത്തി എനിക്ക് തരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ആ, ഞാൻ ഭാഗ്യവതിയാ. ചേട്ടന്റെ കാര്യത്തിൽ മാത്രവും അല്ല, എല്ലാ കാര്യത്തിലും. എനിക്ക് എന്റെ ഭാഗ്യം വന്നത് നിന്നോട് കൂടിയാണ്. നീ എന്റെ ജീവിതത്തിൽ ഇല്ലാതായാൽ എന്റെ ഭാഗ്യവും പോകും. ഈ ആണുങ്ങൾ മുഖസ്തുതി പറയാൻ മിടുക്കന്മാരാ. ഞാനില്ലാതായാൽ ശ്യാം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഷടാ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ പിന്നെ ശ്യാമിനെ കാണാൻ പറ്റില്ലല്ലോ. മരണം മണ്ണാൻ കട്ട. അനാവശ്യം പറയാൻ നാവടക്ക് പെണ്ണേ. ഒന്ന് പറയൂ ശ്യാം. എന്തോന്ന്? ഞാൻ മരിച്ചുപോയാൽ ശ്യാം എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ശവമായി മാറും. ആത്മഹത്യ ചെയ്യില്ല. നിന്നെ എന്നിൽ നിന്നും പിരിച്ച വിധിയോട് പ്രതികാരം ചെയ്യാൻ ഇഞ്ചിഞ്ചായി ഞാൻ എന്നെ കൊല്ലും. സ്വപ്ന, നീ എന്തിനാ കരയുന്നത്? ശ്യാം മരിക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ. സ്വപ്ന, നീ ഞാനും തൽക്കാലം ഒന്നും മരിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്ക് ജീവിതത്തെ കുറിച്ച് ആലോചിക്കാം, പോരെ? ഏയ് ഏയ്, ഒരു സത്യം പറയട്ടെ. എന്താണ്? നീ ഒരു ശുദ്ധ വണ്ടിയാ. ആയിക്കോട്ടെ. ഇതെന്താണെന്ന് അറിയാമോ? എന്താ? NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഫോറിനിൽ പോകാനല്ല, പിന്നെ നമ്മുടെ രണ്ടുപേരുടേതുമായ ലോകത്തേക്ക് പോകാൻ. അച്ഛനും അമ്മയ്ക്കും സമ്മതമാണ്. അവർ ഉടനടി വരുന്നു. എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? നിന്നെ കാണാൻ. ഹലോ ഹലോ. ഗൗരവത്തിൽ ആശാന്റെ ഇരിപ്പ്. ആ, ഗൗരവത്തിന് അന്തസ്സിന് എന്താടാ കുറവ്? പെങ്ങള് സമ്പാദിച്ചുകൊണ്ട് കൊടുക്കല്ലേ? എടാ അലക്സേ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടാ. സുന്ദരിയായ പെങ്ങന്മാരുണ്ടാകാൻ ഭാഗ്യം വേണം. അതും പോരാ, അവളെയൊക്കെ പണക്കാര് പിള്ളേർക്ക് കൂട്ടിക്കൊടുക്കാനുള്ള തൊലിക്കട്ടിയും വേണം. വേണം. അമ്മയും മോശമില്ലടാ, അവരും കൂടി അറിഞ്ഞുകൊണ്ട് ആ പരിപാടി. അയ്യോ.
സ്വപ്ന, നിന്റെ ചേട്ടൻ ക്യാൻറ്റീനിൽ വെച്ച് ലാലുവുമായി അടികൂടി. എന്റെ കൺമുമ്പിൽ വെച്ച് അവൾ പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നല്ലോ. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവളെ നമുക്ക് വിധിച്ചിട്ടില്ല. ദൈവം വിളിച്ചപ്പോ അവള് പോയി. ദൈവം വിളിച്ചിട്ടല്ല അവൾ പോയത്. അവനെ ഞാൻ... സുരേഷ്, പ്രതികാരം ഒരു കാര്യത്തിനും പരിഹാരമാവുന്നില്ല. നീ ചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. അതിന് ഞാൻ മരിക്കണം. നോക്കു മോനെ, ഈ അമ്മയാണ് നിന്നോട് പറയുന്നത്. ഞാൻ വേണ്ടത്ര സഹിച്ചു. ഇനി എനിക്ക് വയ്യടാ മോനെ. നീ മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക്. നിനക്കൊന്നും സംഭവിക്കുന്നത് കാണാതെ അമ്മയ്ക്ക് കണ്ണടയ്ക്കണം. നീ എനിക്ക് വാക്കുതാ. അമ്മേ, നീ എന്തെങ്കിലും അപകടത്തിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ അതിനു മുമ്പ് അമ്മ ജീവിതം അവസാനിപ്പിച്ചിരിക്കും. അമ്മേ, എനിക്ക് വാക്കുതാ. അമ്മയ്ക്കെന്നെ വിശ്വാസമില്ലേ? നീ അല്ലാതെ എനിക്ക് ആരുണ്ടടാ മോനെ വിശ്വസിക്കാൻ? അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. സത്യം. മതി, ചെല്ല്, പോയി വല്ലതും കഴിക്കേ. മോളെ, നിങ്ങൾ എന്റെ മകനെ രക്ഷിക്കണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഐ ആം റെഡി ടു ത്രോ എനി എമൗണ്ട്. മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറക്കരുത്. ദിസ് ഈസ് ദി ഓഫീസ് ഓഫ് കൃഷ്ണമാചാരി ബാറട്ട്ല. ഡോണ്ട് ബി എക്സൈറ്റഡ്. സാർ, എനിക്ക് ഭയമാകുന്നു. റിയലി ഐ ആം അഫ്രേഡ്. മിസ്റ്റർ രാജശേഖരൻ, യു ആർ ഇൻസൾട്ടിംഗ് മൈ കരിയർ. നോ നോ നോ. എന്നെ കേസ് ഏൽപ്പിച്ചില്ലേ? നൗ യു ക്യാൻ ഫോർഗെറ്റ് ഇറ്റ്. ഇതാ 20,000 രൂപയുണ്ട്.
തൽക്കാലം ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വക്കീലിന്റെ മിടുക്കുകൊണ്ട് ഏതായാലും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. മേലാൽ ഇത് ആവർത്തിക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? വക്കീൽ. ഹലോ വക്കീൽ സാർ, നിങ്ങൾ എന്റെ മകന്റെ ജീവൻ കൊലമരത്തിൽ നിന്ന് രക്ഷിച്ചു. യു സേവ്ഡ് മൈ ഫേസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നോട്ട് അറ്റ് ഓൾ മിസ്റ്റർ രാജശേഖരൻ. ഞാൻ എന്റെ കടമ ചെയ്തു. എന്റെ തൊഴിലിന്റെ അന്തസ് എന്റെ ജയത്തിലാണ്. ഐ വോണ്ട് ഫെയിൽ ഇൻ മൈ കേസ്. അതാണ് കൃഷ്ണമാചാരി പാററ്റ് ലോ. Come on. നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് മാത്രമേ ഈ കേസ് ജയിക്കാൻ പറ്റൂ. ഹലോ, ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. ഐ എം സോറി സുരേഷ്. മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോൾ സുരേഷ് ഞങ്ങളോട് വൈരാഗ്യം കാട്ടരുത്. ബി ഫ്രണ്ട്സ്. ഇത് വാങ്ങൂ. സുരേഷിന്റെ നഷ്ടത്തിന് പകരമല്ല, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി. എനിക്ക് മനസ്സമാധാനം വിലയ്ക്ക് വാങ്ങണമെന്നില്ല. വേണമെങ്കിൽ ഞാനത് നേടിയെടുക്കും. സുരേഷ്, നിങ്ങളുടെ മകനെ വെറുതെ വിട്ടത് കോടതിയാണ്. പക്ഷേ എന്റെ മനസ്സിന്റെ കോടതി അവനെ വെറുതെ വിടില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ.